God is willing. കുറച്ചു മുമ്പ് ദൈവത്തെ അങ്ങോട്ട് പറഞ്ഞ് ദൈവത്തിന്റെ മനസ്സ് മാറ്റിച്ച മോശ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ അല്ലേ, അരുതാത്തത് ചിലത് അവിടെ കാണിച്ചു. എന്നാലും ദൈവം മോശയെ വിളിക്കുക, എൻ്റെ ഹൃദയത്തിന്റെ ഒരു പങ്ക് നിന്നിലുള്ളത് കൊണ്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് എനിക്കറിയാം. ഇങ്ങി പോര്, വീണ്ടും പുതിയ കൽപ്പലകകൾ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമുക്ക് ചില വിലയേറിയ സർട്ടിഫിക്കറ്റുകളൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ട, 10ാം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റും തിരിച്ചറിയൽ കാർഡും ഒക്കെ ഒന്ന് കാണാതെ പോയി കഴിഞ്ഞാൽ എന്തൊരു വെപ്രാളമാണ് നമുക്ക്. ഇത് ദൈവത്തിന്റെ കരം കൊണ്ട് എഴുതിയ കൽപ്പലകകൾ മോശയുടെ കയ്യിൽ കൊടുത്തതാണ് കോപം ജ്വലിച്ചപ്പോൾ ഇല്ലായ്മയാക്കി കളഞ്ഞത്. എന്നാൽ അതിന് പോലും ഒരു രണ്ടാമത്തെ ചാൻസ് കൊടുക്കുന്ന ദൈവം. അതിൻ്റെ 4-ാം വാക്യം, സാം 103, നമുക്കെല്ലാം പരിചയമുള്ള ഒരു ഭാഗമാണ്. എന്നാൽ നമ്മുടെ ദൈവം എങ്ങനത്തെ ഒരു ദൈവം ആയിരിക്കുന്നു? അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. 8-ാം വാക്യം, യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു. ആമേൻ. This is a word that we want to lift up and declare today. Amen. In the presence of the Lord. Hallelujah. Amen. The Lord is merciful and gracious, slow to anger and abounding in loving kindness. ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ. Hallelujah. And the people of God said amen. Hallelujah. Hallelujah. ഓർക്കണമേ, ഇത് പഴയ നിയമത്തിലുള്ള ഭക്തന്മാരുടെ വെളിപ്പാടാണ്. ഇതിന്റെ ഒരല്പം പശ്ചാത്തലം കൂടെ നമുക്ക് നോക്കാം. ദൈവം തന്നെ കുറിച്ച് മോശയ്ക്ക് കൊടുത്ത ഒരു പരിചയമായിരുന്നു ഇത്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗമൊന്നും അപ്പോൾ വെളിപ്പെട്ടിട്ടില്ല. ദൈവത്തിൽ നിന്നും പാപക്ഷമ ലഭിക്കുവാനുള്ള ഒരു തികഞ്ഞ വഴി തുറന്നിട്ടില്ല. അപ്പോഴും ചെയ്യുന്ന ഓരോ പാപങ്ങൾക്കും ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ജ്വലിക്കുകയും അതിനുവേണ്ടി അപ്പോൾ അവരാഴമായി പശ്ചാത്തപിച്ച്, സ്തോത്രം, പാപത്തിൻ്റെ ശമ്പളം മരണം എന്നുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പ്രമാണത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞാടായിരിക്കുന്ന യേശുവിൻ്റെ നിഴലായി ഒരു മൃഗത്തെ അവർ യാഗമായി അർപ്പിക്കുകയാണ്, രക്തം ചീന്തുകയാണ്. എവ്രി ടൈം they had to come before God. അതാണ് പ്രമാണം. ദൈവത്തിൻ്റെ മുൻപിൽ പാപം അത്ര ഭയങ്കരമായ വിഷയമാണ്. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക്, ആ വിശുദ്ധിയിലേക്ക് ഒരു മനുഷ്യന് കയറി നിൽക്കുവാൻ കഴിയില്ല എങ്കിൽ you cannot come into the presence of God. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ നിലവാരം അത്ര വലുതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ മൃഗത്തെ കൊണ്ടുവന്ന് ഓരോ പ്രാവശ്യവും അവരത് ചെയ്യുമ്പോൾ അലറിക്കൊണ്ട്, ഹല്ലേലൂയ, ആ മൃഗം അവിടെ ഇല്ലാതെ ആകുകയാണ്. സ്തോത്രം. അതിൻ്റെ രക്തം ചീന്തുകയാണ്. പാപമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുൻപാകെ എത്ര വലിയ വിഷയമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അവിടെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ അപ്പോൾ തന്നെ ദൈവം പറഞ്ഞു, മക്കളെ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവമോ മാറ്റമില്ലാത്ത ദൈവമാ. ഇന്നലെയും ഇന്നും എന്നേക്കും താൻ അനന്യനാണ്. സകല വിശുദ്ധിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് താന്. എങ്കിലും ദൈവത്തിൻ്റെ ആകത്തുക സ്നേഹമാണ്. ദൈവം പറഞ്ഞു, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. You know who I am. And God said this about himself: the Lord is compassionate and gracious. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു. ആമേൻ.
വെൻ യു ആർ ഫുൾ ഓഫ് സംതിങ് എന്ന് പറയുമ്പോൾ പിന്നെ അതിനകത്തേക്ക് കൂട്ടിച്ചേർക്കുവാനായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. അത് പിന്നെ വേറെ ഒന്നാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. ചിലപ്പോൾ ഇങ്ങനെയാണ്, ചിലപ്പോൾ അങ്ങനെയാണ് എന്ന് പറയുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ആ വാക്കുകൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഹീ ഈസ് ഫുൾ ഓഫ്, യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനാകുന്നു. ആമേൻ. ഇത് എവിടെയാണ്? പെട്ടെന്ന് ഇവിടെ വന്ന് നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് തന്ന ചില ചിന്തകൾ അപ്പോൾ തന്നെ നിങ്ങളോട് പറയുകയാണ്. പുറപ്പാട് പുസ്തകം അതിനകത്ത് 24 അധ്യായം, അവിടെയാണ് നമുക്കിത് കാണുവാനായിട്ട് കഴിയുന്നത്. മോശ അല്ലേ, അവിടെ അല്ല ഈ വചനം, അതിലേക്ക് നമുക്ക് പോകാം. എന്നാൽ മോശ ദൈവസന്നിധിയിലേക്ക് കയറിപ്പോയി. ദൈവത്തിൻ്റെ സുഹൃത്തായി മുഖാമുഖം ദൈവത്തോട് സംസാരിച്ചു. 10 കൽപ്പനകൾ കൊടുക്കുവാനിടയായി തീർന്നു. തൻ്റെ ജനം എങ്ങനെയായിരിക്കണമെന്നും ചട്ടങ്ങളും പ്രമാണങ്ങളും എല്ലാം അവർക്ക് കൊടുത്തു. ആ മഹത്വത്താൽ പിടിക്കപ്പെട്ട് നിറഞ്ഞവനായി മോശ ദൈവത്തോടുകൂടെ അനേക നാളുകൾ അവിടെ കഴിച്ചു കൂട്ടി. 32 അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് 10 കൽപ്പനകൾ കൽപ്പലകയിൽ എഴുതി ദൈവം കൊടുത്തു. ഒരു മഹത്വമേറിയ സമയമാണ് ദൈവവും മോശയും തമ്മിൽ. ഹല്ലേലൂയ. ദൈവത്തെ അടുത്തറിയുവാൻ വലിയ ഭാഗ്യം മോശയ്ക്ക് ലഭിച്ചു. ദൈവത്തിൻ്റെ മഹത്വത്തെ താൻ കണ്ടു. ദൈവം നല്ലവനാണ് എന്ന് താൻ അറിഞ്ഞു. എന്നാൽ 32 അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ഭയങ്കര ഒരു ഡൈവേർഷൻ നമ്മൾ കാണുന്നത്. മോശ വരുവാൻ താമസിച്ചു എന്ന് കണ്ട് 32 അധ്യായം ഒന്ന് വായിക്കാമോ അങ്കിൾ? നമുക്കത് 32:1 മുതൽ വായിക്കാം. എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. അതേ, ആരാധന എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. നമ്മൾ എന്തിനെങ്കിലും ഒക്കെ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നും ആ കൽപ്പനകളും എല്ലാം ദൈവം ഒരു സൈഡിൽ കൊടുക്കുമ്പോൾ, മറുവശത്ത് മോശ വരുവാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ തികച്ചും ദൈവത്തെ വിട്ട് ജനം മറ്റൊരു വഴിയിലേക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ഒരു കാളക്കുട്ടിയെ അവരുണ്ടാക്കി. ആമേൻ. ദൈവത്തിന്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് താഴോട്ട് വായിക്കാം. 7-ാം വാക്യം. ജനം ഇങ്ങനെയെല്ലാം പറയുക, ഞങ്ങൾക്ക് പറ്റത്തില്ല ഇനിയും കാത്തിരിക്കുവാൻ, അല്ലേ? മോശയെ നോക്കിയിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് അവർ വിചാരിച്ചതിലും അവരുടെ കണക്ക് കൂട്ടൽ പോലെ കാര്യങ്ങൾ പോകാതിരുന്നപ്പോൾ അവരുടേതായിട്ടുള്ള വഴികളിലേക്ക് അവർ തിരിയുന്നു. 7-ാം വാക്യം. അപ്പോൾ യഹോവ മോശയോട് നീ ഇറങ്ങി ചെല്ലുക, നീ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ശരിക്കും ദൈവവും മോശയും തമ്മിൽ ഒരു ഭയങ്കര കൂട്ട്, അല്ലേ? മോശയോട് പറയുക, നിന്റെ ജനം അത് ദൈവത്തിന്റെ ജനമാണ്. എന്നാൽ ഇവരെ നയിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന മോശയോട് ദൈവം പറയുകയാണ്, മോശേ കണ്ടോ? നമ്മൾ കൂട്ടുകാര് ഹൃദയം തുറന്ന് സംസാരിക്കുന്നത് പോലെ മോശ പറയുക, കണ്ടോ? ദൈവം പറയുന്നു മോശയോട്, നിന്റെ ജനത്തിന്റെ അവസ്ഥ നീ കണ്ടോ? അവരെന്നെ വിട്ട് നീ അവരെ മിസ്രയീമിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു. ഒന്ന് ഓർത്ത് നോക്കണമേ, ദൈവം നമ്മോട്, ഇത് പഴയ നിയമത്തിലുള്ള ഒരു ഭക്തന്റെ കാര്യമാണ്. ഇതുപോലൊരു സുഹൃത്തായി തൻ്റെ ഹൃദയത്തിന്റെ വേദനകളും പരിഭവങ്ങളും ഭാരങ്ങളും ഒക്കെ നമ്മോട് പങ്കിടുവാൻ, ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ജനം മോശയുടെ ജനമാണോ? മോശയാണോ ഇവരെ മിസ്രയീമിൽ നിന്നും കൊണ്ടുവന്നത്? ഒന്നുമല്ല. പക്ഷേ അനേക സമയങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ഹൃദയപ്രകാരം തൻ്റെ കാര്യങ്ങളെല്ലാം മോശയോട് പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ
ദൈവം പറയുക, മോശേ ഇനി ഞാൻ വേറെ നീ വേറെ എന്ന് കാണുവാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ളതെല്ലാം നിന്നോട് പറഞ്ഞല്ലോ. ഹല്ലേലൂയ, ആമേൻ. നിന്റെ ജനം മിസ്രയീമിൽ നിന്നും നീ വിടുവിച്ചുകൊണ്ട് വന്ന ജനം കണ്ടോ അവര് ചെയ്യുന്നത്? രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്നത് പോലെ. താഴോട്ട് വായിക്കാം. തങ്ങളെ തന്നെ അവർ വഷളാക്കിയിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ചു, അതിന് യാഗം കഴിച്ചു. ഇസ്രയേലേ, ഇത് നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നുവെന്ന് പറയുന്നുവെന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിന് ഭയങ്കര, ദൈവത്തിന്റെ കോപം ജ്വലിച്ചു, ദൈവത്തിന് വേദന, ദൈവത്തിന് പ്രയാസം, സങ്കടം അല്ലേ? 9-ാം വാക്യത്തിൽ വീണ്ടും ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ ഈ ജനത്തെ നോക്കി, ഞാൻ ഈ ജനത്തെ, എന്റെ ജനം എന്നൊക്കെ പറയാൻ അങ്ങ് ദൈവത്തിനൊരു ബുദ്ധിമുട്ടുള്ളത് പോലെ ഞാൻ കണ്ടു, ഇവരെ ഞാൻ കണ്ടു. ലുക്ക് അറ്റ് വാട്ട് ദേ ആർ ഡൂയിങ്. അത് ദുശാഠ്യമുള്ള ജനമാകുന്നു എന്ന് പറഞ്ഞു. ദുശാഠ്യമുള്ള ജനമായിരിക്കുന്നു. അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. കണ്ടോ, ദൈവം ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് നമുക്ക് എന്നെ ഇംഗ്ലീഷിലതാ പറയുന്നത്, ലെറ്റ് മീ അലോൺ. നമ്മളിങ്ങനെ സങ്കടമൊക്കെ വരുമ്പോൾ നമ്മൾ പറയത്തില്ല, ഇച്ചിരി നേരം ഞാനൊന്ന് തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ പറയും പോലെ ദൈവം പറയുക. ദീർഘമായ ഒരു സംഭാഷണം മോശയുമായി ആ പർവ്വതത്തിൻ്റെ മുകളിലെല്ലാം നടത്തിയതിന് ശേഷം, നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ ജനത്തെ വിട്ടുകളയാൻ ദൈവത്തിന് പദ്ധതിയാണെന്ന്? ഹല്ലേലൂയ, ഹല്ലേലൂയ. വികാരങ്ങളുള്ള ഒരു ദൈവം ആണ് നമ്മുടെ ദൈവം. He is a real God. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിലും പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ കെടുത്തി കളയരുത്. ആമേൻ. ദൈവം പറയുക, എന്നെ കുറച്ചു നേരം നിങ്ങളങ്ങ് വിട്. This enough is enough. ഞാൻ എന്ത് ചെയ്യാൻ പോവാ? നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന് യഹോവയുടെ അരുളിച്ചെയ്തു. I may destroy them and I will make of you a great nation. Hallelujah. ദൈവം അവിടെ മോശയ്ക്ക് ഒരു ചെറിയ ഓഫർ കൊടുത്തു. ഇവരൊന്നും ശരിയല്ല, ഇവര് പോട്ടെ, നീ ഞാനും ഓക്കെയാണ്, നിന്നെ വെച്ച് ഇനിയും വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഉടനെ ദൈവത്തിന്റെ ഹൃദയത്തെ നന്നായി തിരിച്ചറിഞ്ഞ് ഏറെക്കുറെ ദൈവം ചിന്തിക്കുന്നത് പോലെ ആയി തീർന്ന മോശ ഉടനെ പറയുവാണ്, എന്തുവാ പറഞ്ഞത്? എന്നാൽ മോശ തന്റെ ദൈവമായി യഹോവയോട് അപേക്ഷിച്ചു. ദൈവമല്ലേ പറയുന്നത്, എന്നാ പിന്നെ അങ്ങനെ ആട്ട്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുന്ന മോശയും ദൈവത്തിന്റെ സ്നേഹത്താലും, ആമേൻ, ദൈവത്തിന്റെ ആ കമ്പാഷനാലും പിടിക്കപ്പെട്ട മോശ. ദൈവം പറയുന്നത്, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. സ്തോത്രം. മധ്യസ്ഥത അണയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആഴമായി വരണ്ടുന്ന മനോഭാവങ്ങളെയാണ് ഇവിടെ പറയുന്നത്. മോശ എന്തോ പറഞ്ഞു, ദൈവമേ, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? ഹല്ലേലൂയ. അത് കണ്ടോ, ദൈവത്തിന് കാര്യം പറഞ്ഞു കൊടുക്കാൻ ഇപ്പം മോശ ആരാ? ദൈവത്തെ പഠിപ്പിക്കണോ? ദൈവത്തിന് വേണോ നമ്മൾ ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ? സുഹൃത്തുക്കളായി മോശയും ദൈവവും ഉള്ള ആഴമായ സൗഹൃദം. ഹല്ലേലൂയ. നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കാൻ പറ്റുന്നത് പോലെ മധ്യസ്ഥത അണയ്ക്കുവാൻ പറ്റുന്നതിന്റെ പിന്നിൽ നിങ്ങൾ ദൈവത്തെ അറിയുകയും ദൈവം നിങ്ങളെ അറിയുകയും ചെയ്യുന്ന ആഴമായ ഒരു ബന്ധത്തിനകത്തുനിന്ന് ഇത് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. മോശ പറയുക, എന്തുവാ ദൈവമേ ഈ പറയുന്നത്? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഒക്കെ ഇവരെന്റെ ഉടമ്പടി ജനമാണെന്ന് പറഞ്ഞ് നീ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് എങ്ങനെ അവരെ നശിപ്പിക്കാൻ നിനക്ക് കഴിയും? How can your anger burn against them? മാത്രമല്ല, നമ്മൾ ഈ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുമല്ലോ, അല്ലേ?
ഭാര്യ ഭർത്താക്കന്മാര്, സുഹൃത്തുക്കള്, അപ്പനമ്മ മക്കളോട്, മക്കൾ അപ്പനമ്മമാരോട്, അടുത്ത ബന്ധങ്ങളിലെല്ലാം ഒരാൾ വേദനിക്കുമ്പോൾ ഒരാൾ കൈത്താങ്ങുന്നത് പോലെ, ഒരാൾക്ക് ദേഷ്യം വരുമ്പോൾ മറ്റേയാള് അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നത് പോലെ മോശ ദൈവത്തെ പറഞ്ഞു മനസ്സിലാക്കുകയാ. 12-ാം വാക്യം, മലമുകളിൽ വെച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിപ്പാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്രയീമ്യരെ കൊണ്ട് പറയിക്കുന്നത് എന്തിന്? വല്ലവരെ കൊണ്ടും പറയിപ്പിക്കണോ ദൈവമേ? മിസ്രയീമ്യര് നമ്മളെ നോക്കിയിരിക്കുക. നിങ്ങൾ വലിയ കാര്യം കൊണ്ട് അവിടെ ഭയങ്കര അത്ഭുതമായിരുന്നു, ഭയങ്കര അടയാളമായിരുന്നു, ഇവരെ ഇപ്പൊ ശരിയാക്കാമെന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ എന്തായി എന്ന് അവര് നമ്മളെ കുറിച്ച് മോശമായിട്ട് പറയും. അവരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കണോ? നിന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നീ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കണമേ. നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. ഞാൻ നിങ്ങളുടെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളി ചെയ്ത് ഈ ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന്. ഹല്ലേലൂയ. മോശയുടെ ഈ വാക്കുകളില് അല്ലെ നമ്മള് എങ്ങനെയാണ് ഇന്റർസെഷൻ ചെയ്യുന്നത്? ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കുന്നത് പോലെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ തിരിച്ച് ദൈവത്തെ ഓർമ്മിപ്പിക്കുക. ദൈവമേ, നീ വാഗ്ദത്തം ചെയ്തതാ, നീ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. ദൈവമേ, നീ അവരോട് ഇങ്ങനെ പറഞ്ഞില്ലേ? ദൈവമേ, നീ അത്ഭുതങ്ങളാൽ ഇവരെ പുറത്തിറക്കിയതല്ലേ? ദൈവമേ, ഇത് നമുക്ക് നാണംകേടല്ലേ? മിസ്രയീമ്യര് നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചുമൊക്കെ എന്തൊക്കെ പറയും? അത്ഭുതം 14-ാം വാക്യത്തിൽ മോശയുടെ വാക്കുകൾ കേട്ടിട്ട് അപ്പോൾ യഹോവ തന്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെ കുറിച്ച് അനുദപിച്ചു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവം അനുദപിച്ചെന്ന്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ പറയുന്നത് so the Lord changed his mind about the harm which he said he would do to his people. Amen, amen, amen. God repented. അനുതാപം എന്ന് പറയുമ്പോൾ മനസ്സ് മാറ്റുക. ഞാനിങ്ങനെ ചെയ്യും എന്ന് പറയുന്ന ആ സ്ഥാനത്തു നിന്ന് പെട്ടെന്ന് മനസ്സ് മാറ്റുകയാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ദൈവജനമേ, പഴയ നിയമത്തിലെ ഭക്തനായിരിക്കുന്ന മോശ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിന്റെ സുഹൃത്തായിരുന്നത് കൊണ്ട് തന്നെ ദൈവം തന്നെ അറിയുകയും താൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്ന ആഴമായ ബന്ധം പുലർത്തിയത് കൊണ്ട് അവിടെ ഒരു വലിയ മൂവ്മെന്റ് നടക്കുകയാണ്. ഹല്ലേലൂയ. അവര് തമ്മിൽ സംസാരിക്കുന്നതിലൂടെ ദൈവത്തിന്റെ ഹൃദയം മാറുകയാണ്. Hallelujah. The Lord changed his mind. Hallelujah. Amen. ദൈവം പെട്ടെന്ന് അങ്ങ് ടേൺ ചെയ്തു. എന്നാൽ ദുഃഖകരമായ കാര്യം, മോശ ഇതെല്ലാം കേട്ട് ദൈവത്തോട് ഇന്റർസീഡ് ചെയ്ത് ദൈവത്തിന്റെ മനസ്സ് മാറ്റി. പക്ഷെ താൻ താഴെ ഇറങ്ങി വന്ന് ഈ ജനം ചെയ്യുന്ന പ്രവൃത്തി കണ്ടപ്പോൾ പെട്ടെന്ന് കോപം ജ്വലിച്ച് തൻ്റെ കയ്യിലുണ്ടായിരുന്ന, ദൈവം തൻ്റെ കയ്യിൽ എന്തോ കൊടുത്തായിരുന്നു? 2 കൽപ്പലകകൾ കൊടുത്തായിരുന്നു. അതേല് ദൈവത്തിന്റെ കൈയെഴുത്തുണ്ടായിരുന്നു. ആ ദേഷ്യം ഇങ്ങോട്ട് കേറിയിട്ട് ഒറ്റ ഏറാതെ അല്ലേ? അങ്ങനെ ചെയ്തോ? ചെയ്തു. ഭയങ്കര ദേഷ്യം വന്നത് നമ്മൾ തന്നെ വായിച്ചാൽ മതിയേ. ഇതെല്ലാം കഴിഞ്ഞ് 34-ാം വാക്യത്തിലേക്ക് വരാം. The Lord is compassionate and gracious എന്ന് ഉള്ള ആ വെളിപ്പാട് സങ്കീർത്തനങ്ങളിൽ എടുത്തു പറഞ്ഞപ്പോൾ അതെവിടെയാണ് അതിൻ്റെ ആരംഭം എന്ന് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ച ഒരു വിഷയമായിരുന്നു. 34-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് മോശയുടെ കയ്യിൽ ദൈവം കൊടുത്ത സാധനം മോശ എറിഞ്ഞു പൊട്ടിച്ചു. മോശയ്ക്ക് ദേഷ്യം വന്നു, കോപം ജ്വലിച്ചു. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ രണ്ടാമത് വീണ്ടും ദൈവം അത് കൊടുക്കുന്ന ഒരു രംഗമാണ്. പുതിയ കൽപ്പലകകൾ. 34-ാം അധ്യായം വായിച്ചാട്ട്. യെസ്. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ മുമ്പലത്തെ പോലെ 2 കൽപ്പലക ചെത്തിക്കൊള്ളുക. ഹല്ലേലൂയ, ആമേൻ. അപ്പോ ആ ജനത്തെയും മോശ കാണിച്ച കുഴപ്പത്തെയും എല്ലാം പൊറുക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. God is willing.
ഹല്ലേലൂയ. കുറച്ചു മുമ്പ് ദൈവത്തെ അങ്ങോട്ട് പറഞ്ഞ് ദൈവത്തിന്റെ മനസ്സ് മാറ്റിച്ച മോശ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ അല്ലേ, അരുതാത്തത് ചിലത് അവിടെ കാണിച്ചു. എന്നാലും ദൈവം മോശയെ വിളിക്കുക, എൻ്റെ ഹൃദയത്തിന്റെ ഒരു പങ്ക് നിന്നിലുള്ളത് കൊണ്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് എനിക്കറിയാം. ഇങ്ങി പോര്, വീണ്ടും പുതിയ കൽപ്പലകകൾ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമുക്ക് ചില വിലയേറിയ സർട്ടിഫിക്കറ്റുകളൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ട, 10ാം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റും തിരിച്ചറിയൽ കാർഡും ഒക്കെ ഒന്ന് കാണാതെ പോയി കഴിഞ്ഞാൽ എന്തൊരു വെപ്രാളമാണ് നമുക്ക്. ഇത് ദൈവത്തിന്റെ കരം കൊണ്ട് എഴുതിയ കൽപ്പലകകൾ മോശയുടെ കയ്യിൽ കൊടുത്തതാണ് കോപം ജ്വലിച്ചപ്പോൾ ഇല്ലായ്മയാക്കി കളഞ്ഞത്. എന്നാൽ അതിന് പോലും ഒരു രണ്ടാമത്തെ ചാൻസ് കൊടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവം വിളിക്കുക, നീ ബാ. യെസ്, അത് വായിക്കാം നമുക്ക്. കട്ട് ഔട്ട് ഫോർ യുവർ സെൽഫ് 2 stone tablets like the former ones. Yes, ഒന്നാം വാക്യം. പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിൽ നീ പൊട്ടിച്ചു കളഞ്ഞു. അതിനകത്ത് നോ മിക്സിംഗ് ഓഫ് വേർഡ്സ്. നീ എന്തോ ചെയ്തു, അത് നിനക്ക് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, പക്ഷെ നീ അത് എറിഞ്ഞു പൊട്ടിച്ചു. ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ പലകയിൽ എഴുതും. ബാ, ഒന്നും കൂടെ വാ. We will start afresh. Come. Hallelujah. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഒന്നും ദൈവം പകുതിയിൽ വെച്ച് നിർത്തി പോകുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. Glory to God. If we are willing to walk on with him, hallelujah, he is the God of second chances and third chances and fourth chances. Hallelujah. Amen. Amen. Hallelujah. താഴോട്ട് വായിക്കുമ്പോൾ യെസ്, നീ രാവിലെ ഒരുങ്ങണം. ഇനിയിപ്പോ നമുക്ക് പഴയ കാര്യമൊന്നും പറഞ്ഞ് ടൈം കളയാനായിട്ടില്ല. നീ ഒരു കാര്യം ചെയ്. നീ രാവിലെ, ഇതിനു മുമ്പുള്ള 32 കഴിഞ്ഞ് 33-ാം അധ്യായമൊക്കെ വിലയേറിയതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 34-ാം അധ്യായം വരുന്നത്. നീ രാവിലെ റെഡിയായി എന്തോ ചെയ്യണം? രാവിലെ സീനായി പർവ്വതത്തിൽ മുകളിൽ എന്റെ സന്നിധിയിൽ വരണം. നീ വാ. ഇനി വേറെ എങ്ങോട്ട് പോകാനാ? നീ എന്റെ സന്നിധിയിലേക്ക് വാ. And present yourself. Yes. നിന്നോട് കൂടെ ആരും കയറരുത്. പർവ്വതത്തിൽ എങ്ങും ആരെയും കാണരുത്. പർവ്വതത്തിൽ അരികെ ആടുകളോ കന്നുകാലികളോ മേയുകയും അരുത്. ദൈവം പറഞ്ഞു, ഇനി വേണ്ട. See, this is a special assignment on you. You come. ഇനി അവിടെ ഒരു വലിയ കൂട്ടത്തെ ഒന്നും കൊണ്ടുവരുന്നതിനകത്ത് എനിക്ക് സന്തോഷമൊന്നുമില്ല. ഹല്ലേലൂയ. നിന്നെ ഏൽപ്പിച്ച ചിലത്. ഹല്ലേലൂയ. Glory to God. Amen. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. വലിയ പുരുഷാരത്തെ കണ്ട് സന്തോഷിക്കുന്ന ജനമേ, പറയട്ടെ, ദൈവത്തിന്റെ ഹൃദയം നിനക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ആ രഹസ്യ സ്ഥലത്ത് പൂർണ്ണ ഹൃദയത്തോടെ, അനുതാപത്തോടെ, സ്നേഹത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നീ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഹൃദയത്തിന്റെ സന്തോഷമാവിടെ. ഹല്ലേലൂയ. ആഴമായ ചിലത്, ചരിത്രമാകുന്ന ചിലത്, നിന്റെ തലമുറയിൽ ഒരു വലിയ ദൈവപ്രവൃത്തിയായി മാറുന്ന ചിലത് നിന്നിലൂടെ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആരും വരരുത്. അങ്ങനെ മോശ മുമ്പത്തെ പോലെ 2 പലക ചെത്തി. ആമേൻ. അധികാലത്ത് എഴുന്നേറ്റ് യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ സീയോനായി പർവ്വതത്തിൽ കയറി കൽപ്പലക 2ഉം കയ്യിലെടുത്തുകൊണ്ട് പോയി. അപ്പോൾ യഹോവ മേഘത്തിൽ ഇറങ്ങി. ഹല്ലേലൂയ. ദൈവം പറയുന്നത് പോലെ നാം ചെയ്യുമ്പോൾ അവിടെ നമ്മെ കണ്ടുമുട്ടുന്ന ഒരു ദൈവമത്രേ നമ്മുടെ ദൈവം. He is a God who is ready to meet with us in his ways. Hallelujah. ദൈവം ഇറങ്ങി. The Lord descended in the cloud and stood there with him as he called upon the name of the Lord. അവിടെ അവന്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യെസ്. യഹോവ അവന്റെ മുൻപാകെ കടന്ന് ഘോഷിച്ചത്. അത് ശ്രദ്ധിക്കണേ. ഇവിടെ ദൈവം തന്നെ, ഇതൊരു പ്രത്യേക പശ്ചാത്തലത്തിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിച്ച, ദൈവം ചെയ്തെടുത്ത ഒരു വലിയ ദൈവപ്രവൃത്തി പല കാരണങ്ങളാൽ, ജനത്തിന്റെ ഹൃദയ കാഠിന്യത്താൽ ഇല്ലായ്മയായി തീർന്ന് രണ്ടാമത് വീണ്ടും അതേ ഉത്സാഹത്തോടെ, അതേ പ്രത്യാശയോടെ, സ്നേഹത്തോടെ, മഹത്വത്തോടെ ദൈവം ആ കാര്യം വീണ്ടും ചെയ്യുന്നതിന് മുൻപേ തന്നെത്താൻ വെളിപ്പെടുത്തിയ ഒരു രംഗമാണിത്. ആദ്യത്തെ പ്രാവശ്യം 10 കൽപ്പനകൾ കൊടുത്തപ്പോൾ ഇങ്ങനെയൊരു കാര്യം ദൈവം പറഞ്ഞില്ല. നേരിട്ട്
എക്സോഡസ് ചാപ്റ്റർ 20 നേരിട്ടൊന്നാമത്തെ കൽപ്പന എന്ന് പറഞ്ഞങ്ങോട്ട് ആരംഭിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ ദൈവം ആദ്യം മോശയ്ക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുക. മോശേ, നീ എന്നെ കുറിച്ചൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഹല്ലേലൂയ. നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ആമേൻ. ദൈവത്തിന്റെ ജനം ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുത്. ആമേൻ. ഞാൻ അതിവിശുദ്ധനായ ദൈവമാണ് എങ്കിലും, പാപമില്ലാത്തവനാണെങ്കിലും, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണെങ്കിലും, I cannot tolerate sin. I can never lower my standards. എന്നുള്ള എല്ലാ കാര്യങ്ങളും നീതിയുള്ള ദൈവമാണെന്നും ഈ എല്ലാ കാര്യങ്ങളും ദൈവത്തെക്കുറിച്ച് ഒരിക്കലും മാറ്റമില്ലാത്ത കാര്യങ്ങളായിരിക്കുമ്പോൾ തന്നെ ദൈവം പറയുകയാണ്, മോശേ, നീ എന്നെ കുറിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. യെസ്, 6-ാം വാക്യം. യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ആമേൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, സങ്കീർത്തനങ്ങളിൽ ദൈവജനം ഇത് എടുത്ത് രണ്ടാമത് വീണ്ടും പാടി, വീണ്ടും പറഞ്ഞു, വീണ്ടും ഇതെടുത്ത് പ്രാർത്ഥിച്ചു. എങ്കിലും this was God's self-revelation about himself. Hallelujah. ദൈവം പറയാ, മോശേ നീ നിൽക്ക്, ഞാൻ കൽപ്പനകളുടെ കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം, നീ എന്നെ ഒന്ന് മനസ്സിലാക്കണമേ. Hallelujah. Amen. The Lord God, compassionate and gracious, slow to anger and abounding in loving kindness and truth, who keeps loving kindness for thousands, who forgives iniquities, transgression and sin. Yet he will by no means leave the guilty unpunished, visiting the iniquity of fathers on the children and on the grandchildren to the third and fourth generation. Hallelujah. 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 Praise God. Hallelujah. Amen. Glory to God. Hallelujah. ഇന്ന് ഈ വചനത്തെ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ വീണ്ടും ഉയർത്തിപ്പിടിക്കുകയാണ്. The Lord God, our God, He is compassionate and He is gracious. He is slow to anger and abounding in loving kindness and mercy and truth. Hallelujah. നമ്മുടെ ദൈവം നല്ലവൻ, അവൻ നല്ലവൻ, ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ. ഹല്ലേലൂയ. അവൻ കോപിക്കുന്ന കാര്യത്തിൽ വളരെ മന്ദതയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ നിന്റെ കരം പിടിച്ച്, ഹല്ലേലൂയ, തികഞ്ഞ സ്നേഹം, നീ ഏത് പടുകുഴിക്കകത്താ കിടക്കുന്നതെങ്കിലും, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ എത്ര കുഴഞ്ഞു കിടക്കുന്നു എങ്കിലും, എന്റെ ദൈവത്തിന് അതൊരു വിഷയമല്ല. ഹല്ലേലൂയ. രക്താംബരം പോലെ ചുമന്നിരിക്കുന്ന പാപത്തെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയമാണത് പ്രിയമുള്ളവരെ. നിങ്ങളോട് വില ചോദിക്കാതെ തന്റെ പ്രിയപുത്രനെ യാഗമായി തീർക്കുവാൻ ഈ ഭൂമിയിലേക്ക് അയച്ച പിതാവിന്റെ ഹൃദയത്താൽ ഈ നാളുകളിൽ നിങ്ങൾ പിടിക്കപ്പെടുവാനിടയാകട്ടെ. മടങ്ങി വരുമോ? മടങ്ങി വരുമോ? അനുതാപ ഹൃദയത്തോടെ ഈ സ്നേഹമുള്ള പിതാവിന്റെ അടുക്കലേക്ക് മടങ്ങി വരുമോ? നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായവനായ ദൈവത്തിന്റെ അടുക്കലേക്ക് നീ മടങ്ങി വരുമോ? Hallelujah. Glory to God. Hallelujah. We lift up this word, oh God. We lift up this word over your people, Lord, over the church, over our land.